നമസ്കാരം. ഭാര്യയുടെ രഹസ്യബന്ധം അതിനെക്കുറിച്ച് സംശയിച്ച് മനോരോഗിയാകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇത് യാഥാർത്ഥ്യമായി മാറുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് എന്താണ് ഈ പലപ്പോഴും ഒരു ഒരു വീട്ടമ്മയ്ക്കോ ഇല്ലെ ഭാര്യയ്ക്കോ ഉദ്യോഗസ്ഥയായ ഭാര്യയ്ക്കോ ഒരു എക്സ്ട്രാ മാറ്റിൽ അഫെയർ ഉണ്ടാകുന്നത്? അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കാരണത്തിൽ നിന്നല്ലേ എന്തുണ്ടാകുന്നത്? തിയറി ഓഫ് കോസേഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ എൻ്റെ ഇത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ശിഷ്യർ വരുന്നതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞതിൽ നിന്നുള്ള അറിവിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഹസ്ബൻഡിൽ നിന്നൊരു ഇമോഷണൽ നെഗ്ലക്റ്റ് ഭാര്യയ്ക്ക് വരുന്നുണ്ട്. ഒരു മാനസികമായ ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഭാര്യയുടെ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേട്ടിരിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഒരു നല്ല വാക്യം പറയുന്നില്ല. പ്രധാനമായിട്ടും പറയാറുള്ള ലാക്ക് ഓഫ് അപ്രിസിയേഷൻ. നല്ല ആഹാരം ഉണ്ടാക്കിയാൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനൊന്നും ഒരു അംഗീകാരമില്ല. അപ്പം പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ളൊരു സംഭവം. അപ്പോൾ അത് എനിക്ക് വില കിട്ടുന്നില്ല, എന്നെ വില മതിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വിമണ് ഒത്തിരിയുണ്ട്, ഒരുപാടുണ്ട്. മറ്റൊരു സംഭവം വരുന്നത് പിന്നെ ഈ ലോൺലിനെസ്. മാരേജിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുവാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒരിടത്ത് തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. കോയമ്പത്തൂർ പോകേണ്ടവരും, മൈസൂരിൽ പോകേണ്ടവരും, ബാംഗ്ലൂർ പോകേണ്ടവരും, മുംബൈ പോകേണ്ടവരും, ഗൾഫിൽ പോകുന്നവരും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വൈഫിന് വരുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെതായ അനുഭവം കൊണ്ട് പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്ന സംഭവം ഉണ്ടാകാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പൂവർ കമ്മ്യൂണിക്കേഷനും കൊണ്ടാണ്. വേണ്ട വിധത്തിൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, ഒരു തുറന്നൊരു പറച്ചിലില്ല എന്നുള്ളൊരു. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെതായില്ല, ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചില്ലെങ്കിലും നോക്കിയില്ലെങ്കിലും. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഈ സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ, തൃപ്തിയില്ലാഴിക. 90% സംഭവം ഉണ്ടാകുന്നത് പിന്നെ പുരുഷനെല്ലാം അറിയാം. ഇന്നിപ്പോൾ IT യുഗത്തിൽ പിള്ളേർക്ക് ഇൻ്റർനെറ്റിൽ കൂടെയൊക്കെ എല്ലാം അറിയാം എന്നൊക്കെ ഉണ്ടെങ്കിലും എസെൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയുന്നില്ല. ഇത് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് പറയുമ്പോഴത്തേക്കും പുരുഷന് പറ്റുന്നൊരു അബദ്ധം, ഇപ്പോൾ കല്യാണം കഴിച്ച് പിന്നെ തിരക്കിട്ട ജോലി, ബിസിനസ്, ജോലി, മറ്റ് സ്ട്രെസ്സുകളെല്ലാം വരുമ്പോൾ ഈ ഉറക്കത്തിലേക്ക് വരുമ്പോൾ അവനൊരു ചെറിയൊരു സ്ലീപ്പിംഗ് പിൽസ് പോലെയാണ് വൈഫുമായിട്ടുള്ളൊരു ശാരീരിക ബന്ധം നടക്കുക. അപ്പോൾ അത് 3 മിനിറ്റ് മുതൽ 7 മിനിറ്റിനകത്താണ് സാധാരണഗതിയിൽ. അത്ര നേരത്തേക്കുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് പെയിൻ വളരെ കൂടുതലാണ്. അവർ ഉത്തേജിക്കപ്പെട്ടില്ലെങ്കിൽ സ്ത്രീകൾക്ക് വല്ലാത്ത പെയിനാണ്. അപ്പോൾ കാര്യമായ പെയിനുമൊക്കെ ചില ഉണ്ടാവും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉണരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ റോള് കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങാൻ പോയിട്ടുണ്ടാകും. അപ്പം പിന്നെ ആരോട് പറയാൻ, എന്തിനു പറയാനായിട്ട് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ. അവിടെ പുരുഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീയുടെയും പുരുഷൻ്റെയും സെക്ഷുവാലിറ്റി ഒന്നുപോലല്ല. പുരുഷന് കണ്ണിൽ നിന്ന് കിട്ടുന്നു, പിന്നെ ഇമേജ് രൂപത്തിൽ കിട്ടുന്നില്ല, മനസ്സിലുണ്ടാകുന്ന ഇമേജിൽ നിന്ന് കിട്ടുന്നു. അതിൽ നിന്ന് ട്രിഗർ ചെയ്ത് ബ്രെയിൻ പിറ്റ്യൂട്ടറി കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് പെനീസിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടി ബ്ലഡ് അവിടെ ലോക്കിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല എറക്ഷനാകും. ആദ്യം നേരം അയാൾക്ക് അത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുമില്ല. അത് കഴിഞ്ഞ് അത് കുറഞ്ഞു പോകും. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം ശരിക്കും ഉണരണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഫോർപ്ലേ, പല വിധത്തിലുള്ള ഫോർപ്ലേ. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് മെഡിക്കൽ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ കിട്ടാറുണ്ട്. അപ്പം സ്ത്രീയുടെ ലൈംഗിക അവയവം പുരുഷൻ്റെ ലൈംഗിക അവയവം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്താണ് 2010 പെറ്റ് സ്കാനിങ്ങിന് ശേഷം കണ്ടുപിടിച്ചെങ്കിലും 2021 പ്രൂവ് ചെയ്തൊരു സംഭവമാണ്. പുരുഷനെ കഴിഞ്ഞും കുറച്ചുകൂടെ വലിയ ഓർഗനാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ അത് പുറത്ത് കാണുന്നില്ല. അതിൻ്റെ ഒരു 1% താഴെ വരുന്ന ഭാഗം മാത്രമേ, ഒരു ടിപ്പ് മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് നീണ്ട സമയം മസാജ് കിട്ടണം, ടച്ച് കിട്ടണം, ടാപ്പ് കിട്ടണം. അപ്പോൾ അവർക്കങ്ങനെ പല രതിമൂർച്ച വന്നതിന് ശേഷം മാത്രമേ പുരുഷൻ എൻട്രി ചെയ്യാവുള്ളൂ എന്ന് പറയുന്ന ഇപ്പം സെക്സ് തെറാപ്പിസ്റ്റുകൾ പലരും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പല പുരുഷന്മാരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേണ്ട വിധത്തിൽ ഉണരാതുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീക്ക് എന്തോ ഒരു അസംതൃപ്തി ഹസ്ബൻഡിനോട്. എന്നാൽ എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല.
അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊണ്ട് അപ്പോൾ അതിൽ കൂടെ ഒരുപാട് രോഗം ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഒരു പ്രശ്നമാണത്, കാര്യമായൊരു പ്രശ്നമാണ്. അപ്പോൾ അത് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ പാർട്ടാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയും കൂടെയാണ്. പുരുഷനൊരു അതായത് ഒരു അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം ആവശ്യമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻ തകരും. ഇനി അതുപോലെ തന്നെ മിസ്മാച്ച്ഡ് ലിബിഡോ. അപ്പോൾ ഒരു ഇതിനുള്ള ഹസ്ബൻഡിൻ്റെ ആവശ്യവും വൈഫിൻ്റെ ആവശ്യവും തങ്ങളിൽ മീറ്റ് ചെയ്യാതിരിക്കുക. അപ്പം വൈഫ് ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഹസ്ബൻഡ് ആഗ്രഹിക്കുന്ന പോലെയല്ല വൈഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകുക. പിന്നെ വരുന്നൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് അൺഹേർഡ്. അപ്പോൾ അവർക്ക് പറയാനുള്ളത് ശ്രദ്ധാപൂർവം ഹസ്ബൻഡ് കേൾക്കുന്നില്ല. കാരണം അവൻ്റെ ലോകം കുറച്ചുകൂടെ വിശാലമാണ്, അവൻ്റെ ജോലികളും മറ്റു കാര്യങ്ങളുമായിട്ട് അവൻ എപ്പോഴും തിരക്കിലാണ്. അപ്പോൾ ഇതെല്ലാം അവഗണിക്കപ്പെടുന്ന ഒരാളിൻ്റെ ഒരു ഇത്. അതുപോലെ കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം. വേറെ ആരോടും ഇയാൾക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇവളെ ഇങ്ങനെ കൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നിരന്തരം കുറ്റപ്പെടുത്തൽ. അപ്പോൾ ഈ ഡെമിസെക്ഷുവൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങളത് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മാനസികമായിട്ട് അടുപ്പം വന്നാൽ മാത്രം ശാരീരികമായിട്ട് സെക്ഷലി ഉണരുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഉണരത്തില്ല, അടുപ്പമില്ലാത്ത ഒരാളുമായിട്ട്. അപ്പോൾ ഇത് കുറേ അധികം പേർക്ക് ഡെമിസെക്ഷുവലാണ്. അപ്പം സ്ത്രീ ഡെമിസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശാരീരികമായിട്ട് ഉണരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട്. ഇനി അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ മറ്റൊരാൾ അവരുടെ ലൈഫിലോട്ട് വരുന്നു. അയാൾ ഒരുപാട് പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് ഒരുപാട് കെയറൊക്കെ കൊടുത്ത് ശ്രദ്ധാപൂർവ്വം പ്രത്യേക പരിലാലനയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്ത്രീ മയങ്ങിപ്പോവുക, പ്രത്യാഘാതം എന്തായാലും അങ്ങോട്ട് പോവുക, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ അബ്യൂസ്, മാനസികമായിട്ട് വല്ലാതെ പീഡനം കൊടുക്കുക. ആ പുരുഷൻ വളർന്നു വന്ന സാഹചര്യമായിട്ട് അതിന് വളരെ കണക്ഷനുണ്ട്. പിന്നെ ഒരു കൺട്രോളിങ് ഹസ്ബൻഡ്. ഇപ്പം ജോലിയുള്ള സ്ത്രീകൾ പോലും ATM കാർഡ് ഉൾപ്പെടെ ഭർത്താവിൻ്റെ കൊടുത്തിരിക്കണം എന്ന് പറയുന്ന ഇതുണ്ട്. IAS ഉദ്യോഗസ്ഥയായിരുന്നിട്ടോ ഇല്ലെങ്കിൽ പോലീസിൽ ഉദ്യോഗസ്ഥയായിരുന്നാൽ പോലും ഭർത്താവ് സാമ്പത്തിക കാര്യങ്ങളെല്ലാം ശക്തമായിട്ട് നിയന്ത്രിക്കുന്ന, ഈവൻ ജഡ്ജായിട്ടിരുന്നാലും നിയന്ത്രിക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് വരുന്നത് ലാക്ക് ഓഫ് റൊമാൻസ്. അപ്പം കാര്യമായിട്ട് അയാൾക്ക് പ്രണയം തോന്നുകയോ ആവേശം തോന്നുകയോ അവളോടുള്ള ആവേശങ്ങളെല്ലാം തണുത്തുറഞ്ഞു പോകുന്ന. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൊട്ടീനായി കഴിയുമ്പോഴത്തേക്കും, എന്നും ഒരുപോലെ ആയി കഴിയുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ഒരു ബോർഡം, അതിനകത്തൊരു വെറൈറ്റികളൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസിനകത്ത് വെറൈറ്റികൾ കൊണ്ടുവരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് പ്ലേസ് ഇമോഷണൽ ബോണ്ടിങ്. സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്തെ പിന്നെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധവും മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും പിന്നെ അവിടുത്തെ പേഴ്സും അവിടുത്തെ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കണക്ഷൻ. അപ്പോൾ ഇതിൽ നിന്നൊരു എസ്കേപ്പിസമായിട്ട് പല സ്ത്രീകളും സോഷ്യൽ മീഡിയ അഡിക്റ്റായി പോകും. പിന്നെ അതിൽ കൂടെ പഴയ സുഹൃത്തുക്കളൊക്കെ, പണ്ട് ചെറിയ ക്രഷൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാർ വീണ്ടും അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ കാണും. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു റിവെഞ്ച്, ഒരു ഹസ്ബൻഡിനോട് റിവെഞ്ച്. കാരണം എന്ന് വെച്ചാൽ അവളുടെ ശാരീരികമായ ആവശ്യങ്ങളോ മാനസികമായ ആവശ്യങ്ങളോ ഇമോഷണലായിട്ടുള്ള ആവശ്യങ്ങളോ നടക്കാതെ വരുമ്പോൾ ഒരു റിവെഞ്ച്. എൻ്റെ ക്ലാസ്സിലൊരു ലേഡി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മ പറയുകയാണ്. ഞാൻ അവരെ റെഫർ ചെയ്യാതെ പറയുകയാണ്. വർഷത്തിലൊന്നുപോലും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്നില്ല. അപ്പം ഞാൻ മടുത്തു. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് മറ്റൊരാളുമായിട്ടുള്ള ശാരീരിക ബന്ധം ഞാൻ മൊബൈലിൽ ചിത്രീകരിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്താലോ എന്ന്. അപ്പോൾ ശക്തമായ ക്രൂരമായ ദേഷ്യം കിടക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറയാനായിട്ട് ഇടയുണ്ടായി. അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ ആത്മവിശ്വാസക്കുറവ്, ലോ സെൽഫ് എസ്റ്റീം കൊണ്ടുവരുന്ന പ്രശ്നം. പിന്നെ ഒരു മിഡ് ലൈഫ് ക്രൈസിസ്. ഇപ്പം 35-40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ വരുമ്പോഴത്തേക്കുള്ളൊരു ക്രൈസിസ് ഉണ്ട്. മക്കളുമൊക്കെ ഏതാണ്ട് സ്കൂളിലൊക്കെ ആയി, ഹൈസ്കൂളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വാതന്ത്ര്യം വന്ന് എന്ത് ചെയ്താലും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടും. അപ്പോൾ അവരതുകൊണ്ട് ബോൾഡ് ഡിസിഷൻസ് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം വരുന്ന ലോങ് ഡിസ്റ്റൻസസ് മാരേജസ്, ഇമോഷണൽ ഗ്യാപ്പ്. അപ്പോൾ അയാൾ പുറത്താണ്, അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഷെയർഡ് ഗോൾസ്. ഇപ്പോൾ രണ്ടു കൂട്ടർ കൂടെ ഒരുമിച്ചുള്ള ലക്ഷ്യങ്ങളില്ലാതിരിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കാതൊക്കെ, ഫ്യൂച്ചർ വിഷൻ
ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും പരസ്പരം ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പിന്നെ മറ്റൊരു വളരെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ്സിൻ്റെ അഡിക്ഷൻ. അത് മദ്യത്തിലേക്കുള്ളതാകാം, മയക്കുമരുന്നിലേക്കുള്ളതാകാം, ജോലിയാകാം, മറ്റ് ചില അടിമത്തങ്ങളാകാം, ചില റിലേറ്റീവ്സിനോട് അടിമപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പലപ്പോഴും വരുന്നത് ഫീലിംഗ് ഓഫ് സെക്ഷുവാലിറ്റി റിജക്റ്റഡ്. വൈഫ് വളരെ ആവേശത്തോടുകൂടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ കൈ തട്ടി മാറ്റുകയോ മുഖം മാറ്റിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള അപ്പോൾ നിരസിക്കപ്പെട്ട അനുഭവം അതിൻ്റെ പേരിൽ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാകുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഉണ്ടാകും. മറ്റൊരു ബന്ധമാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, ഇയാളിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും, അതിലൊരു നോവൽറ്റി, പുതുമ ഉണ്ടാകുമോ, പുതുമ അനുഭവിക്കാനുള്ളൊരു ഇത്. ഇനി മറ്റൊരു വിധത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഇമോഷണൽ വാലിഡേഷൻ ഫ്രം അനദർ മാൻ. നീ കൊള്ളാം, നീ മിടിക്കുകയാണ്, നിനക്ക് കഴിവുണ്ട്, നീ കേമിയാണെന്ന് വേറൊരാൾ പറയാനായിട്ടുള്ള, ഹസ്ബൻഡ് പറയാത്തതുകൊണ്ടായിരിക്കാം, അങ്ങനൊരു മാനസിക അംഗീകാരം കിട്ടാനായിട്ട്. പിന്നെ ചിലപ്പോൾ ഈ കമ്പാരിസൺ മൈൻഡ് സെറ്റ്, മറ്റുള്ള കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ, മൂത്ത സഹോദരിയുടെ, ഇളയ സഹോദരിയുടെ ജീവിതം അത്രമാത്രം നല്ലതാണ്, അതുപോലൊന്നും ഇയാൾ റൊമാൻറ്റിക് ആകുന്നില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ വരാറുള്ളതൊരു ലാക്ക് ഓഫ് പ്രീമാരിറ്റൽ ഇമോഷണൽ മച്യൂരിറ്റി. അപ്പോൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് നടത്താതെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള, പെട്ടെന്ന് ചാടിക്കയറി കല്യാണം കഴിച്ചുകൊണ്ടുള്ള. പിന്നെ അൺറിസോൾവ്ഡ് പാസ്റ്റ് ഡ്രോമ, പഴയ മാനസിക മുറിവുകൾ. അപ്പോൾ എൻ്റെ അടുത്ത് കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞിട്ട് തന്നെ കെട്ടാനിരുന്ന ഹസ്ബൻഡ് വന്നിട്ട് അല്ല പയ്യൻ വന്നിട്ട് റേപ്പ് ചെയ്ത കഥകളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ട്രോമ. പിന്നെ അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജിനുള്ള മിസ്മാച്ച്, ഒരു കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത, മനസ്സ് പൊരുത്തപ്പെടാത്ത ബന്ധങ്ങൾ കൊണ്ടുള്ള. പിന്നെ അതുപോലെ തന്നെ ഡിസൈർ ടു ഫീൽ ഡിസൈഡ്, വീണ്ടും എനിക്കിപ്പോൾ ആകർഷണീയതയുണ്ട്, എനിക്കും ആളുണ്ട്, എനിക്കും ഡിമാൻഡുള്ള ആളാണെന്ന് സ്വയം വരുത്തി തീർക്കാനുള്ള പ്രശ്നം. പിന്നെ മറ്റൊന്നൊരു സെർച്ച് ഫോർ എക്സൈറ്റ്മെൻറ്റ്, അപ്പോൾ ജീവിതത്തിലൊരു ത്രില്ല് അനുഭവിക്കാനായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം ഈ പലപ്പോഴും ഒരു അഫെയർ ഉണ്ടാകുന്നതും. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു റൂട്ട് കോസ് ആയിരിക്കണമെന്നില്ല. അൺമെറ്റ് ആയിട്ടുള്ള ഇമോഷണൽ നീഡും ഇൻറ്റിമസിയും കെയർ കിട്ടാതെ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കെയർ കൊടുക്കണം. അപ്പോൾ ഇത് കാണുന്ന പുരുഷന്മാരുണ്ട്, നിങ്ങളുടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കെയർ കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇതിപ്പോൾ കേട്ടിട്ട് കണ്ടിട്ട് ഇതൊരു വീഡിയോ പോലെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളുടെ ഒരു ബന്ധത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആകായത്. കാരണം ഇപ്പം നമ്മൾ പഴയതുപോലല്ല. നമ്മളിപ്പോൾ പണ്ടത്തെ ഒരു 30-40 വർഷം മുമ്പ് സിനിമയിലൊക്കെ എൻ്റെ ബന്ധം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി വാക്കത്തി എടുക്കും, അരിവാളെടുക്കും. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം സംഭവിക്കുന്നതെല്ലാം നേരെ തിരിച്ചാണ്. അപ്പോൾ വൈഫിന് ബന്ധമുണ്ടെന്ന് അറിയാമെങ്കിൽ തന്നെ ആ അറിവ് വെച്ചുകൊണ്ട് തന്നെ ഹസ്ബൻഡ് നിനക്ക് വേണമെങ്കിൽ നീ എന്നിൽ ഹാപ്പി അല്ലെങ്കിൽ നീ മറ്റേ ബന്ധമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പൊക്കോ, നിൻ്റെ വീട്ടുകാരും അറിയണ്ട, നമുക്ക് നോർമലി ഒരു ഡിവോഴ്സൊക്കെ വാങ്ങിച്ചിട്ട് നീ എൻ്റെ കൂടെ തന്നെ കഴിഞ്ഞോ, എന്നിട്ട് മറ്റേ ആൾ തയ്യാറായി വരുമ്പോഴത്തേക്ക് നീ കല്യാണം കഴിക്കുക, ഞാൻ വേണമെങ്കിൽ സാക്ഷിയായിട്ട് നിൽക്കാം എന്നൊക്കെ പറയുന്ന ഹസ്ബൻഡും ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളും ഒത്തിരിയുണ്ട്. പിന്നെ ഒരു ഇമോഷണൽ ലിറ്ററസി കുറവുകൊണ്ടായിരിക്കാം. പിന്നെ പുരുഷന് അവൻ്റെ ജോലിയിലേക്ക് മാത്രം വളരെ ഫോക്കസ്ഡ് ആണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോണ്ടിങ്, ഇൻറ്റിമസി വളർത്താൻ പറ്റാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പുരുഷന്മാർ ചിന്തിക്കേണ്ടത് ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് പറഞ്ഞു, ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ മൈൻഡ് യു. എന്നിട്ടും ബന്ധമൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല സമയം കൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അത്രയും മാഗ്നാനിമസ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കല്യാണം തന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തത്തിൽ ഡിവോഴ്സ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് സ്ത്രീകൾ എൻ്റെ ക്ലാസ്സിലുണ്ട്. അവർ പറയുന്നത് സാറേ ഇനി ഒരു അടിമത്തത്തിൽ കൊടുക്കാൻ വയ്യ, അതുകൊണ്ട് അത് വേണ്ട, ഞങ്ങളുടെ ഫ്രീഡം കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന വളരെ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് ഈ നീഡ് എന്തായാലും ഫുൾഫിൽ ചെയ്യണം. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ക്ഷമിച്ചിരിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യജീവിയായിട്ട് കാണുക. അപ്പം അവളോട് നമ്മൾ ചാടിക്കടിക്കാൻ ചെന്നിട്ടൊന്നും കാര്യമില്ല. മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്, സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു വിവാഹബന്ധം കെട്ടിപ്പടുക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.